നമ്മൾ കിഴക്കേക്കോട്ടയിലേക്കാണ് പോകുന്നത്. സുജിത് സുരേന്ദ്രൻ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. സുജിത്ത്, ഈ വരുന്ന ആളുകൾക്കൊക്കെ അവർക്ക് വീടുകളിലേക്ക് നാടുകളിലേക്കൊക്കെ പോകാൻ വേണ്ട ക്രമീകരണങ്ങളൊക്കെ ഉണ്ടല്ലോ, ബസ്സുകളുടെ സൗകര്യം, അവിടേക്ക് എത്താൻ വേണ്ട സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്താണ് കിഴക്കേക്കോട്ടയിലെ കാഴ്ചകളും വിവരങ്ങളും? വിജയകുമാർ, തീർച്ചയായും പൊങ്കാല അർപ്പിച്ച് മനസ്സ് നിറഞ്ഞ ഭക്തരൊക്കെ തന്നെ മടങ്ങി തുടങ്ങിയിരിക്കുന്നു. നിരവധി ബസ്സുകൾ ഇതിനായി ഇവരെ കൊണ്ടുപോകുന്നതിന് വേണ്ടി തയ്യാറായിട്ടുണ്ട്. ഈ ബസ്സുകൾ ഏറെയും തമ്പാനൂരിലേക്കാണ്. തമ്പാനൂരിലേക്കും ബസ് സ്റ്റാൻഡും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനും അടുത്തടുത്താണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് എത്തുന്നതിന് വേണ്ടി ആളുകൾ പൊങ്കാല നേദിച്ചതിന് പിന്നാലെ തന്നെ ഇവർ ഈ ബസ്സുകളിലേക്ക് ഇടം പിടിച്ച് എത്രയും പെട്ടെന്ന് ഇനി വീട് പറ്റുക എന്നുള്ളതാണ് ഓരോരുത്തരുടെയും ഓരോ മനസ്സിലുള്ളത്. അതുകൊണ്ട് തന്നെ അതിനുള്ള ക്രമീകരണങ്ങൾ ഒക്കെ നേരത്തെ തന്നെ അവർ തയ്യാറാക്കി. അതായത് പൊങ്കാല തളിച്ചാൽ ഉടൻ തന്നെ അതൊക്കെ തന്നെ കിറ്റിലാക്കി ഇവർ കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അങ്ങനെ പൊങ്കാല തളിച്ച് ഏറെക്കുറെ പൂർത്തിയായിരിക്കുന്നു. ഇവിടെ നിന്നും ഇവർ മടങ്ങി തുടങ്ങിയിരിക്കുന്നു. ഇനിയുള്ളത് ഏറ്റവും പ്രധാനമായി ഇവിടെ ശുചീകരണ പ്രവർത്തനങ്ങളാണ്. ഏതാണ്ട് 400 ഇവിടെ വിവിധ ഇടങ്ങളിലായി ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ നിന്നും ശേഖരിക്കുന്ന 400 ടൺ മാലിന്യമാണ് ഓരോ പൊങ്കാല കഴിയുമ്പോഴും അവശേഷിക്കുന്നത്. ഇവയൊക്കെ തന്നെ ശേഖരിക്കും. വിവിധ സംഘടനകളുടെയും അസോസിയേഷനുകളുടെയും ഒക്കെ സഹായത്തോടു കൂടിയാണ് കോർപ്പറേഷൻ ഈ മാലിന്യങ്ങളൊക്കെ ശേഖരിക്കുന്നത്. ഇതൊക്കെ ശേഖരിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈഞ്ചക്കല്ലും കരമനയിലുമുള്ള പ്രത്യേക ഇടങ്ങളിൽ എത്തിച്ചാകും ഇത് സംസ്കരിക്കുക. ഒപ്പം തന്നെ ഈ ചുടുകല്ലുകൾ അത് ശേഖരിക്കും. അത് ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള അതിദരിദ്രരായ ആളുകൾക്കുള്ള ഭവന നിർമ്മാണത്തിനായി നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. 3470 ശുചീകരണ തൊഴിലാളികളാകും ഈ മാലിന്യമൊക്കെ ശേഖരിക്കുക. അങ്ങനെ ഈ മാലിന്യങ്ങളൊക്കെ ശേഖരിച്ച് എന്തായാലും ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇത്തരത്തിലുള്ള വലിയ ബഹുജന സംഗമം, ഇത്രയും വലിയൊരു പൊങ്കാല ഇവിടെ നടന്നിരുന്നോ എന്ന് പോലും സംശയിക്കുന്ന തരത്തിലുള്ള ക്ലീനിങ് പ്രവർത്തനങ്ങളൊക്കെ ആകും ഇവിടെ നടത്തുക. എന്തായാലും എല്ലാവരും മടങ്ങി തുടങ്ങിയിരിക്കുന്നു. ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കാൻ ഇനി അല്പസമയം മാത്രമാണ് ബാക്കിയുള്ളത്. വിജയകുമാർ. യെസ്, ഇപ്പോൾ സുജിത് സുരേന്ദ്രനാണ് കിഴക്കേക്കോട്ടയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ആളുകളൊക്കെ വീടുകളിലേക്ക് പോകാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കുള്ള ക്രമീകരണങ്ങളൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിനൊപ്പം ശുചീകരണ ജോലികൾ, ആ ശുചീകരണത്തിന് നിയോഗിച്ച ജോലിക്കാർ, ശുചീകരണ തൊഴിലാളികൾ, അവരുടെ ജോലിയും ഒരു ഭാഗത്ത് തുടങ്ങിയിട്ടുണ്ട്. 3500ഓളം വരുന്ന ശുചീകരണ തൊഴിലാളികൾ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി വിവിധ ദിശകളിലൂടെ അവരുടെ ജോലി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നഗരം വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ വന്ന് മടങ്ങിയ ഒരു നഗരമാണോ എന്ന് നമ്മൾ സംശയിക്കുന്ന തരത്തിൽ അത് വൃത്തിയാക്കി ആ ജോലി വളരെ മാതൃകാപരമായി ആ ശുചീകരണ തൊഴിലാളികൾ അവരുടെ ജോലി പൂർത്തിയാക്കുകയും ചെയ്യും. പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്ന ജോലിയാണ് ഇനിയിപ്പോൾ ശുചീകരണ തൊഴിലാളികളുടെയും ഒക്കെ ഭാഗത്ത് നിന്ന് അവിടെ ആ നഗരത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. ഒരിക്കൽ കൂടി ക്ഷേത്ര പരിസരത്തേക്ക് നമ്മൾ പോകുന്നു. അനുജ അവിടെ തുടരുകയാണ്. അനുജ, അവിടെ ക്ഷേത്ര പരിസരത്ത് വലിയ തിരക്കാണോ ഇപ്പോഴും? ഇനിയിപ്പോൾ ക്ഷേത്രത്തിലെ പതിവ് പൂജകൾ, അവിടുത്തെ ചടങ്ങുകൾ, വൈകിട്ട് താലപ്പൊലി, അതുപോലെ കുത്തിയോട്ടം, അത്തരം ആചാരപരമായ ചടങ്ങുകളാണല്ലോ ഇനി ബാക്കിയുള്ളത്. അത് കഴിഞ്ഞാൽ അറ്റുകാലമ്മ സഹോദരൻ സ്ഥാനീയനായ ശാസ്താവിൻ്റെ അടുത്തേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ കൗതുകമുള്ള ആചാരങ്ങളും ഒക്കെയാണല്ലോ ഇനി ബാക്കിയുള്ളത് ക്ഷേത്രത്തിൽ, അല്ലേ? അതെ വിജയകുമാർ, ഇപ്പോൾ ഈ അമ്പലത്തിൽ വീണ്ടും നമുക്ക് വലിയ ആൾക്കൂട്ടം കാണാൻ കഴിയുന്നുണ്ട്. അവർ വീണ്ടും ദേവിയെ ദർശിക്കാനായി എത്തിയിരിക്കുകയാണ്. ഇവർ പൊങ്കാല ഇട്ട ആളുകളാണ്. അതിനുശേഷം ദേവിയെ കണ്ട് വണങ്ങി നാടുകളിലേക്ക് പോകാം എന്നുള്ള കണക്കുകൂട്ടലിൽ എത്തിയിരിക്കുന്നതിനാണ്. വിവിധ ദേശങ്ങളിൽ നിന്ന് എത്തിയവർ ഇവിടെയുണ്ട്. അതിൽ തന്നെ പല പ്രായത്തിലുള്ളവരെ നമുക്ക് കാണാം. ഇത്രയും സമയം അവർ ഈ വെയിലത്തൊക്കെ നിന്നിട്ട് വീണ്ടും ഇവിടെ വന്ന് കാത്തു നിൽക്കുകയാണ്. അതാണ് അവർക്ക് അവരുടെ ദേവിയോടുള്ള അവരുടെ സ്നേഹവും ബഹുമാനവും ഭക്തിയും എല്ലാം അതിൽ നമുക്ക് പ്രകടമാണ്. ഒരിടത്ത് ആളുകൾ അവരുടെ പ്രസാദവുമൊക്കെയായി നാടുകളിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ നടത്തുമ്പോഴാണ് ഇവിടെ ദേവിയെ കാണാനായി കാത്തു നിൽക്കുന്ന ഭക്തരുടെ നീണ്ട നിര, സ്ത്രീകളുടെ നീണ്ട നിര നമുക്ക് കാണാൻ കഴിയുന്നത്. കുത്തിയോട്ട ബാലന്മാരാണ് ഇപ്പോൾ ദേവിയെ ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് മറ്റുള്ളവർക്ക് ദർശനം നൽകില്ല. 592 കുത്തിയോട്ട ബാലന്മാർ അവർ കഠിന വ്രതമൊക്കെ എടുത്ത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ വ്രതമൊക്കെ എടുത്ത് ഇവിടെ തന്നെ താമസിച്ചൊക്കെ ആയിരുന്നു അവരുടെ അനുഷ്ഠാനങ്ങൾ.
അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അവർ മടങ്ങുമ്പോഴേക്കുമാണ് ഇനി ഇവർക്ക് ദേവിയെ കാണാനുള്ള അവസരം. ഇന്ന് ഏറ്റവും ഒടുവിലെത്തുന്ന ഭക്തനെ കൂടി കണ്ടിട്ടേ ഇവിടെ നട അടയ്ക്കുമെന്ന പ്രത്യേകത കൂടിയുണ്ട് വിജയകുമാർ. ഇന്നത്തെ ദിവസം നട അടയ്ക്കുന്നില്ല. നാളെ വെളുപ്പിന് വരെ ഇതിങ്ങനെ ഇവിടുത്തെ ചടങ്ങുകൾ തുടരും. ഉത്സവം സമാപിക്കുന്ന നാളെ വെളുപ്പിനാണ്. കുത്തിയോട്ടം വിജയകുമാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചൂരൽക്കുത്ത് നടക്കും. അത് രാത്രി 7:45 താലപ്പൊലിയുണ്ട് ബാലികമാരുടെ. അത് കാര്യങ്ങൾ സാധിക്കുന്നതിന് അഭീഷ്ടകാര്യ സിദ്ധിക്കൊക്കെയാണ് താലപ്പൊലി നടത്തുന്നത്. അത്തരം ബാലികമാരെയൊക്കെ നേരത്തെ നമ്മൾ കണ്ടിരുന്നു. അവരും ദേവിയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിയാണ് താലപ്പൊലിയിലേക്ക് കടക്കുന്നത്. കൂടാതെ ശാസ്താവിനെ കാണാനായുള്ള എഴുന്നള്ളത്ത് അതിന്ന് രാത്രിയുണ്ട്. നാളെ രാവിലെ തിരിച്ചെഴുന്നള്ളത്ത്, പിന്നീട് കാപ്പഴിച്ചു വെക്കുക, ഗുരുതി രാത്രി 1 മണി, പുലർച്ചെ 1 മണിക്ക് ഗുരുതി. അങ്ങനെ നാളെ പുലർച്ചെ 1 മണിയോടെ നടയടയ്ക്കും. അതോടെ ഉത്സവത്തിനും സമാപനമാകും. ഇപ്പോൾ ഇവിടെ കാത്തു നിൽക്കുന്ന ആളുകൾ, അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് അവരോടൊന്ന് സംസാരിക്കാം. എവിടെന്നാ വരുന്നത്? തൃശ്ശൂരിൽ നിന്നാണ്. അപ്പോൾ ഇന്നലെ വന്നതാണല്ലേ? ഇന്ന് കാലത്താ വന്നത്. എത്ര നാളായി പൊങ്കാല ഇടുന്നു? ഞങ്ങൾ 5-6 വർഷമായി. വീട്ടിൽ നിന്നൊക്കെ 10-12 കൊല്ലായി. ഞാൻ 6 വർഷമായിട്ടുള്ള വന്നിട്ടുണ്ട്. അപ്പൊ ദേവിയെ കണ്ടിട്ട് മടങ്ങാൻ നിൽക്കുകയാണ്. ദേവിനെ കണ്ടിട്ട് ഞങ്ങൾ പോവുള്ളോ, അങ്ങനെ ഞങ്ങളത്. ഇന്നലെ വന്നിരുന്നില്ലേ? ഇന്നലെ വരാറുണ്ട്, തലേദിവസം വരാറുണ്ട്. ഇപ്പൊ ജോലിയുടെ ഒരു ഇത് കാരണം ഞങ്ങൾ പുലർച്ചെ എത്തിയതിടാം. ഓക്കെ. അപ്പൊ എന്താണ് ഇപ്പൊ ഇത്തവണ പൊങ്കാലയൊക്കെ ഇട്ട് പോകുമ്പോ എന്താണ് പറയാനുള്ളത്? നല്ല സന്തോഷം. അതിന്റെ ഒരു സന്തോഷം എനർജി ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ വന്നതിനുള്ള ഒരു സന്തോഷം നമുക്ക് കിട്ടും. അടുത്ത തവണ വീണ്ടും അല്ലേ? വരും. എവിടെന്നാണ്? കൊല്ലം. കൊല്ലത്തുനിന്നാണ്. സ്ഥിരമായി വരുന്നയാളാണോ? ദേവിയെ കാണാൻ വന്ന് നിൽക്കുകയാണ് പൊങ്കാലയൊക്കെ ഇട്ടിട്ട്. ഈ എപ്പോഴാണ് മടക്കം? മടങ്ങും. അടുത്ത തവണ വീണ്ടും എത്തും തീർച്ചയായിട്ടും. അതെ. അപ്പോൾ എന്താണ് ഇന്നിപ്പോ ഉണ്ടാക്കിയത്? എന്താണ് ദേവിക്ക് അർപ്പിക്കാൻ വേണ്ടി? ശർക്കര പായസം. ഒരു വിഭവം മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. സ്ഥിരമായിട്ട് അത് അങ്ങനെയാണ്. ശരി. അപ്പോൾ അങ്ങനെയാണ് പലതരത്തിൽ വിഭവങ്ങൾ ഉണ്ടാക്കുന്നവർ, ഒന്നിലേറെ പൊങ്കാലക്കലങ്ങൾ വയ്ക്കുന്നവർ, അങ്ങനെയൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇവിടെ. ഇതിപ്പോൾ ഇതൊരു വർഷങ്ങളായി തന്നെ ചെയ്തു വരുന്ന ഒരു അനുഷ്ഠാനം എന്ന തരത്തിലേക്ക് വീണ്ടും അടുത്ത വർഷം നമുക്ക് കാണാം എന്ന് പറഞ്ഞ് പിരിയുന്ന ഒരു കൂട്ടം ഭക്തർ, ലക്ഷക്കണക്കിനായ ഭക്തരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ നമുക്ക് പല വകുപ്പുകൾ സംയോജിപ്പിച്ചാണിത് വളരെ വിജയകരമായി തന്നെ നടപ്പിലാക്കുന്നത്. അതിൽ ആരെയൊക്കെ അഭിനന്ദിക്കണം, ആരെയൊക്കെ എത്രയൊക്കെ അഭിനന്ദിച്ചാലും മതിയാകില്ല. പോലീസ് സേനയൊക്കെ ഇപ്പോഴും ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാം. എത്ര ദിവസങ്ങളായി അവർ ഇവിടെ നിന്ന നിൽപ്പിൽ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളെ വരെ അവർക്ക് ഇവിടെ ഡ്യൂട്ടി ഉണ്ട്. അവരോട് സംസാരിക്കുമ്പോൾ അവരൊക്കെ വളരെ സന്തോഷത്തിലാണ്. കാരണം ഒരു പൊങ്കാല കൂടി നല്ല രീതിയിൽ നടത്തി അതിൻ്റെ ഒരു സംതൃപ്തിയോടെ അവരും മടങ്ങുകയാണ്. അതുപോലെ പല പല വകുപ്പുകൾ ഒരുമിച്ച് ചേർന്നുള്ള, അനുജ പറഞ്ഞതുപോലെ തന്നെ വിവിധ സർക്കാർ വകുപ്പുകളുടെ ഏകോപനം, അതാണ് നമ്മൾ ഈ പൊങ്കാല ദിവസം അല്ലെങ്കിൽ ആ ഉത്സവകാലത്ത് തലസ്ഥാനത്ത് കാണുന്നത്. അത് ഈ പൊങ്കാല അർപ്പിച്ച് ഭക്തരൊക്കെ മടങ്ങിയാലും അവരുടെ ജോലി തുടരും. ശുചീകരണ തൊഴിലാളികൾ അവരുടെ ജോലി തുടങ്ങിയിട്ടേ ഉള്ളൂ. പോലീസിന് വലിയ ജോലിയുണ്ട്. KSRTC, റെയിൽവേ, അങ്ങനെ വിവിധ സർക്കാർ വകുപ്പുകളുടെയൊക്കെ ജോലി തുടരുകയാണ്.